പ്രിയ സഹോദരങ്ങളെ, ഇന്നെനിക്ക് പറയാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്. അതായത് ദിവസേന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ന്യൂസാണ്. ഡൽഹിയിൽ നിന്ന് ഇത്ര പെൺകുട്ടികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും സ്ത്രീകളും മിസ്സിംഗ് ആണെന്ന്, അവരെ കാണാതെ പോകുന്നു. എന്നാൽ അതൊക്കെ ശരി. കേന്ദ്രത്തിലെ ഇവർക്ക് എന്താ ഉദ്ദേശം? ഇതൊന്നും ഇവർ കാണുന്നില്ലയോ? എന്തുകൊണ്ട് സ്ത്രീകളും കൊച്ചു പെൺകുട്ടികളും അപ്രത്യക്ഷമാകുന്നു? അത് പരാതിപ്പെട്ടാൽ ഏതെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടാകത്തില്ല. മോദി നിന്റെ രാജ്യത്തെ നീതി നടപ്പാകത്തില്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം നീയും പിണറായി വിജയനും ഒരുപോലെ സംഘടിച്ച് രാജ്യത്തെ കൈക്കലാക്കുക. ഞാൻ പറഞ്ഞുതരാം. കോച്ചിക്കാര് പെൺകുട്ടികൾ നോർത്ത് ഇന്ത്യയിലുള്ളവര്, അവരെ ബ്രിജ്ഭൂഷണാണ് റെസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അവൻ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്യുന്നു. അത് പരാതിപ്പെട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയ ഉടനെ ഇല്ല. അവരെ സീനിയർ റെസിഡൻസ് എല്ലാം അവരുടെ കിട്ടിയ മെഡലുകളെല്ലാം തിരിച്ചു കൊടുത്തു. എന്നിട്ടും അനക്കമില്ല. ഒടുവിൽ എവിടെ ബ്രിജ്ഭൂഷൻ്റെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസ്, അവൻ്റെ കൊട്ടാരത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നോർത്ത് ഇന്ത്യയിലെ ഈ ഗുണ്ട നേതാക്കന്മാർക്കെല്ലാം അവരുടെ കൊട്ടാരങ്ങളുണ്ട്. അവിടാണ് ഇവൻ്റെ റെസ്ലിംഗ് അസോസിയേഷൻ്റെ ഓഫീസ്. അവിടെ ചെന്ന് വളയപ്പെട്ട ഏത് പെൺപിള്ളേരെങ്കിലും രക്ഷപ്പെട്ടു. എന്നാൽ സർക്കാർ വിഭാവനം ചെയ്തു, ബ്രിജ്ഭൂഷണ മാറ്റി. എവിടെ? അടുത്ത ആളാരാ? അതിനേക്കായി എല്ലാ വിധത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഇതാണ് കേരളത്തെ നന്മയിലേക്ക് നയിക്കാനല്ല, കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കാനാണ് ഇപ്പം BJP. ഞാൻ പറയാമല്ലോ, നരേന്ദ്രമോദി നിനക്ക് ധൈര്യമുണ്ട് പറയണം. നിനക്ക് കേരളത്തിൽ സീറ്റ് തരാനാ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ ചെയ്തു തന്നിട്ടില്ലയോ? വേണ്ട. നിങ്ങൾ എന്തുകൊണ്ട് ഡൽഹിയിൽ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും അതിക്രമങ്ങൾ നടക്കുന്നു? സ്ത്രീകളും പെൺകുട്ടികളും നഷ്ടപ്പെടുന്നു, കാണാതെ പോകുന്നു. അവരുടെ കാര്യം നോക്കാതെ കേരളത്തെ കൊമ്പത്ത് കയറ്റാൻ നീയൊന്നും വരണ്ടടാ മണ്ട. നീയൊക്കെ പോയി ആ വടക്കേറ്റി ഇരുന്നാൽ മതി. നീയൊന്നും ഒരു കുന്തം ചെയ്യാനില്ല. കേരളത്തിൽ ജനങ്ങൾ ജീവിക്കും. അതേത് രാഷ്ട്രീയ പാർട്ടി വന്നാലും വേണ്ടി വന്നാൽ അവന്മാരെ ചൂലും കെട്ടെടുത്ത് അടിച്ചു വെളിയിറക്കിയ പുതിയ പാർട്ടി കയറ്റും. നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തുമാത്രം വാല്യൂ കൊടുക്കുന്നു എന്ന് നരേന്ദ്രമോദി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എതിരായിട്ട് ഒരുപാട് ആൾക്കാർ ഡൽഹിയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അമ്പലങ്ങളെല്ലാം പൊളിക്കുന്നു. ഏതോ നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ട് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് അവരുടെ കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അമ്പലം പോലും പൊളിച്ചു. ഇന്നും അമ്പലം പൊളിക്കുന്ന കാഴ്ച കണ്ടു. അതെന്താ അതിൻ്റെ ശരിയായ കാര്യം എന്തെങ്കിലും കാരണം കാണും.
അതെന്താണെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിൽ നിന്ന് ബാങ്കിലോട് സൂക്ഷിച്ചു പോയവരുണ്ടല്ലോ, അവരുടെ പുറകെ പോവും. അവരെന്തിൻ്റെ ആവശ്യമാണ് ഇവിടെ കിടന്നാരംഭിക്കുന്നത്? അക്ഷാഭ്യാസമില്ലാത്ത അവൻ പോയി ജീവിക്കട്ടെ. പക്ഷെങ്കിൽ നരേന്ദ്രമോദി നീ ഉത്തരം പറയേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. ഡോവൽ ശരിയാണ്, ഈസ് എ ഗ്രേറ്റ് മാൻ. ആ മനുഷ്യൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ചിന്താശക്തിയും അദ്ദേഹം ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും. അതിൻ്റെ ബലത്തിൽ നീയോ അമിത്ഷായോ മറ്റവനെ ചാടിയിട്ട് കാര്യമില്ല. നീയൊക്കെ അജിത് ഡോവൽ ചെയ്യുന്ന അപ്പുറത്തെ തിരുവറി നടത്തുന്നുണ്ട്. അജിത് ഡോവലിന് പറയാനൊക്കത്തില്ല. നീയൊക്കെ സൂചിച്ച് ജീവിക്ക് മക്കളെ. സ്വന്തം നീ ഒരു പ്രൈം മിനിസ്റ്ററാണെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളാണ് രാജ്യത്തെ പെൺകുട്ടികൾ. അവരെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നീ അനങ്ങാതെ മറ്റിടത്ത് വായി വെച്ചുകൊണ്ടിരുന്ന നീ സൂക്ഷിക്കരുത്. ഇതിൻ്റെ ഈടിയും എല്ലാം ഏജൻസിയുടെ പോയി അവരറിഞ്ഞിട്ടില്ല. കാരണം വേണ്ടപ്പെട്ടവർ വരെ ഇവരെ മിസ്സിയാക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. വേണ്ടി വന്നാൽ ഞാൻ അതിനു വേണ്ടി ഇറങ്ങി അന്വേഷിച്ച് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് എന്നെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഇറങ്ങി വന്ന് അന്വേഷിച്ച് അതിന് ശരിയായിട്ട് റിപ്പോർട്ട് ലോകത്തിന് കൊടുക്കുന്നതായിരിക്കും.